സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ഇന്ന് ഞാൻ ഒരു കാര്യം നിങ്ങളെ കാണിച്ചു തരുന്നത് ഈ പപ്പായ കൊണ്ടുള്ള കറി. പപ്പായ അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ കൊപ്പക്കായ കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കുന്നതാണ്. കൊപ്പക്കായ കൊണ്ട് പല കറികൾ ഉണ്ടാക്കാം. എരിശ്ശേരി ഉണ്ടാക്കാം, ഓലൻ ഉണ്ടാക്കാം, കൂട്ടുകറി ഉണ്ടാക്കാം, പിന്നെ മസാലക്കറി ഉണ്ടാക്കാം, മുളൂഷി ഉണ്ടാക്കാം, തോരൻ ഉണ്ടാക്കാം, എല്ലാം ഉണ്ടാക്കാം. വളരെ ന്യൂട്രീഷ്യസ് ആയ ഒന്നാണ് ഈ പപ്പായ. പപ്പക്കായക്ക് പണ്ടൊന്നും ആരും ഒട്ടും കഴിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ ഈ റിസർച്ച് മൂലം പപ്പക്കായയിലുള്ള ഗുണങ്ങളൊക്കെ അറിഞ്ഞ കാരണം എല്ലാവരും പപ്പക്കായയുടെ പിന്നാലെ നെട്ടോട്ടാണ്. ഈ പപ്പക്കായ കൊണ്ട് പലരും കറികൾ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. ഏറ്റവും അധികം ഫൈബറുള്ള ഒരു ഫ്രൂട്ടാണ് ഇത്. ഇത് പഴുപ്പിച്ചാലും ഗുണമുണ്ട്, പച്ചയും കഴിക്കാൻ നല്ലതാണ്. പഴുപ്പിച്ച് കഴിഞ്ഞാൽ പല ഗുണങ്ങളാണ്. സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. തൊലിക്ക് ഇത്ര നല്ലൊരു സാധനമില്ല. അതല്ലേ ഫേഷ്യൽ അതിനൊക്കെ പപ്പക്കായ, ഈ പപ്പായ കൊണ്ടുപോയി ഫേഷ്യലൊക്കെ ബ്യൂട്ടി പാർലറിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും. ഇത് ഈ ഇതിൽ വിറ്റാമിൻ സി ഏറ്റവും അധികം ധാരാളമുണ്ട്. വിറ്റാമിൻ എ നല്ലപോലെയുണ്ട്. കണ്ണുകൾക്ക് നല്ലതാണ്. അതുപോലെ സ്കിന്നിന് നല്ലതാണ്, പല്ലിന് നല്ലതാണ്, എല്ലിന് നല്ലതാണ്. അതിൻ്റെ കോൺസ്റ്റിപ്പേഷന് ഏറ്റവും നല്ലൊരു പപ്പായ. പപ്പായയുടെ ഔഷധ ഗുണം പറയാൻ എനിക്ക് വാക്കുകളില്ല, അത്രയധികം ഗുണം. അപ്പോൾ ഈ പപ്പായ കൊണ്ട് എങ്ങനെയാണ് ഉപ്പേരി ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറയാം. ആദ്യം തന്നെ ഈ പപ്പായ മുറിച്ച് കഷ്ണങ്ങളാക്കണം, ക്യൂബ്സ് ആയിട്ട് മുറിച്ച് വെക്കണം. അതിനുശേഷം നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. ഈസി ആയിട്ട് ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ. അത് തന്നെ മുറിച്ചു. ഇനി തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ മുറിച്ചു ഇതിൻ്റെ തൊലി കളഞ്ഞ് അത് കഴിഞ്ഞ് കുരു കളഞ്ഞ് ക്ലീൻ ചെയ്ത് അതിനകത്തായിട്ട് അരിയണം. പപ്പായ മുറുക്കി കഴിഞ്ഞു കേട്ടോ. ഇത്രേ ഉള്ളൂ. കഴുകി മുറുക്കിയതാണ്. ഇനി ഇത് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കണേ. ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതാ, ഉള്ളി 10 ചുവന്നുള്ളി ഇത് നന്നാക്കി വെച്ചിട്ട് ഞാൻ കഴുകിയതാണത്. ഒരു 5 അളവുണ്ട്. ഇതിനെ പൊടിക്കണം. ഇടിക്കാനുള്ള ഉരുളൊന്നും ഞാൻ എടുക്കുന്നില്ല, ഞാൻ മിക്സിയിൽ തന്നെ ഇട്ട് ഇടിക്കാൻ പോകും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ. എണ്ണ നല്ലോണം ചൂടാവട്ടെ, എന്നിട്ട് കുത്തി വെച്ച ഉള്ളി ഇടാം. ഉള്ളി ചതച്ചത് ഇട്ടു. നല്ല പോലെ ഇത് നല്ല പോലെ മൂത്ത് വരുന്നുണ്ട്. ഇനി അതിന് നല്ല മണം വരുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുറച്ച് വെള്ളം ഒഴിക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചു. കൊപ്പക്കായ വേവണ്ടേ? ഇനി ആവശ്യത്തിന് ഉപ്പിടുക. ഏകദേശം വെച്ച് ഇട്ടു. മഞ്ഞൾപ്പൊടി ഇടുക. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി അത് തിളക്കട്ടെ കേട്ടോ. നല്ല പോലെ തിളക്കും. ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, വെള്ളം നല്ല പോലെ വെട്ടി തിളയ്ക്കണം. വെട്ടി തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി നുറുക്കി വെച്ചിട്ടുള്ള കൊപ്പക്കായകൾ ഇടാം. ഈ കുറച്ച് ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല പോലെ ഇളക്കാം.
ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് വേണ്ടി വരും കേട്ടോ. അപ്പോൾ തീ സിമ്മിലായിട്ടിരിക്കണം. അപ്പോൾ തീ കൂട്ടും. നല്ല പോലെ വെന്തോടയട്ടെ. അത് സിമ്മിലിടാം. നല്ല പോലെ പാകമായി, നല്ല പോലെ കുഴഞ്ഞു വന്നു. ഇത്ര വേണ്ടു. ഇതിലും കൂടുതൽ വേണ്ട. നല്ല വേവായി. ഇത് ബൗളിലേക്ക് പാർത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ബൗളിലിടുന്നു. ഉപ്പേരി ശരിയായി. പപ്പായ ഉപ്പേരി നല്ല ടേസ്റ്റാണ്. ഒന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. ഭയങ്കര ചൂടാ. നല്ല സ്വാദ്. ചോറിനും തൈരും ചോറിനും സാമ്പാറും ചോറിനും കഞ്ഞിക്കും എല്ലാം. അതുപോലെ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കണം. ശരീരത്തിന് നല്ലതാണ്. ഇത് കഴിക്കണം. ഇത് വളരെയധികം ഫൈബർ ഉള്ളതാണ്, വൈറ്റമിൻസ് ഉള്ളതാണ്. അതുകൊണ്ട് ഇതിനെ ആരും വിട്ടു കൊടുക്കരുത്. പപ്പായ ഉപ്പേരി എല്ലാവരും വീട്ടിലുണ്ടാക്കാൻ നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.